നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനകൾ ആലോചിച്ച് നിസ്കാരത്തിന് ശേഷം എന്താണ് ഇമാമ് പ്രാർത്ഥിക്കണം, എല്ലാവരും ആമീൻ പറയണം, ആണ് കൂട്ടുപ്രാർത്ഥന എന്ന് പറയാം. എന്താണ് ഇപ്പോൾ അതിനൊരു തെളിവുള്ളത്? എന്താണ് ഇപ്പോൾ അതിന് തെളിവുള്ളത്? റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ 23 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായിട്ട് 23 വർഷം ജീവിച്ചു. നമസ്കാരം ഫർള് നമസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷം എത്ര തവണകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിൽ ഇമാമായിട്ട് നിസ്കരിച്ചത്? എത്ര തവണ? ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ചെയ്ത കാര്യങ്ങൾ സഹാബത്ത് കൃത്യമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോലും ചെയ്ത ഹജ്ജ് അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 5 നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം മസ്ജിദുൻ നബവിയിൽ എത്ര ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. പക്ഷേ അതിലൊരു നമസ്കാരത്തിൽ പോലും സലാം വീട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പ്രാർത്ഥിച്ചതായിട്ട് സഹാബത്ത് ഒന്നിച്ച് ആമീൻ പറഞ്ഞതായിട്ടുള്ളൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ഹദീസിൽ എവിടെയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? നമസ്കാരം ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഉറക്കനെ പ്രാർത്ഥിച്ചു, ഞങ്ങളൊക്കെ ആമീൻ പറഞ്ഞു എന്ന ഒരു ഹദീസ് പോലും, ഇത്ര തവണ നമസ്കരിച്ചിട്ട് ആ വിഷയത്തിൽ ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇമാം ഉറക്കനെ പ്രാർത്ഥിക്കുക, മഅ്മൂം എങ്ങനെയാണ് ഉറക്കനെ ആമീൻ പറയാം? അതുകൊണ്ട് അതിനൊന്നും യാതൊരു തെളിവുമില്ല, യാതൊരു അസലുമില്ല. അതിൻ്റെ തെളിവെന്താണ്? പ്രാർത്ഥന എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുണ്ട്. അതായത് എല്ലാവരും ഒന്നിച്ചിരുന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കാൻ സാധ്യത കൂടുതലുണ്ട് എന്ന ഒരു അനുമാനം കൊണ്ട്, അല്ലെങ്കിൽ ഫർള് നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നൊരു സമയമാണ് എന്നതുകൊണ്ട് അതിലേക്ക് ഇത് കിയാസാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുക എന്നത് മതത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. നിങ്ങൾ ആലോചിച്ച് അള്ളാൻ്റെ റസൂല് ചെയ്യാത്തൊരു കാര്യം അള്ളാൻ്റെ റസൂലും സഹാബത്തും എത്ര തവണ മസ്ജിദുൻ നബവിയിൽ ഫർള് നിസ്കരിച്ചിട്ടുണ്ട്? ഒരു ദിവസം 5 വട്ടം നിസ്കരിച്ചിട്ടുണ്ട്. എത്ര കാലം നിസ്കരിച്ചിട്ടുണ്ട് ആലോചിക്കുന്നത്? ഒരു പ്രാവശ്യം മാത്രം ചെയ്ത ഹജ്ജ് പോലും ഇത്ര കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മസ്ജിദുൻ നബവിയിൽ 5 നേരം എത്ര കാലം നിസ്കരിച്ചു? ആ നിസ്കാരത്തിൽ ഒരു പ്രാവശ്യം ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വക്തിന് പോലും അതായത് നബി സല്ലല്ലാഹു അലൈഹി നിസ്കാരം കഴിഞ്ഞിട്ട് കയ്യൊന്തിച്ച് കണ്ട് ഉറക്കനെ പ്രാർത്ഥിച്ച് സഹാബത്ത് ആമീൻ പറഞ്ഞതായിട്ട് ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല.